ഹലോ, ഇന്ന് നമുക്ക് അവിയലിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പച്ചക്കറി സെലക്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പയറ്, കോവയ്ക്ക, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പച്ചക്കായ, പടവലങ്ങ. പച്ചക്കറികളൊക്കെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം, ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ തിരുമ്മി അടുപ്പത്തോട്ട് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, കുറച്ച് ജീരകം. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒത്തിരി അരഞ്ഞു പോകണ്ട. പച്ചക്കറിയൊക്കെ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ തൈരിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കാം. തൈരിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ നമുക്കതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ പച്ചക്കറിയും തൈരും തേങ്ങയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് ഒരു നുള്ള് ജീരകം വറുത്ത് പൊടിച്ചതും ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അവിയലിന് നല്ല സ്മെല്ല് കിട്ടും. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയലിവിടെ റെഡിയായി. അവിയലിൽ നിങ്ങൾ ജീരകപ്പൊടിയും ഉലുവപ്പൊടിയും ഇട്ട് നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല സ്മെല്ല് കിട്ടും.